Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പിന്റെ 5-ാം ഞായറാഴ്ചത്തെ സുവിശേഷം യോഹന്നാൻ അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങളും 8-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളുമാണ്. എന്തുകൊണ്ടാണ് 2 അധ്യായങ്ങളിൽ നിന്നുള്ള ഈ ചെറിയ ഭാഗങ്ങൾ ചേർത്ത് ഇന്നത്തെ വായനയ്ക്കായിട്ട് തിരുസഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്? ഈ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ സഭാപിതാവായ ആഗസ്തീനോസ് നമുക്കതിനുള്ള ഒരു ക്ലൂ നൽകുന്നുണ്ട്. ആഗസ്തീനോസ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് പഴയ നിയമത്തിലെ സങ്കീർത്തനം 36-ലേക്കാണ്. 36-ാം സങ്കീർത്തനം 9 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്: ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്രയോ അമൂല്യം, മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. അങ്ങയിലാണ് ജീവന്റെ ഉറവ, അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. ഈ 9-ാം വാക്യമാണ് യഥാർത്ഥത്തിൽ ഈ 2 ഭാഗങ്ങളിൽ നിന്ന്, 2 അധ്യായങ്ങളിൽ നിന്ന് ഈ സുവിശേഷ വായന സ്വീകരിക്കുന്നതിന് കാരണമായിരിക്കുന്നത്. സങ്കീർത്തകൻ പറയുന്നു, അങ്ങയിലാണ് ജീവന്റെ ഉറവ, അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് മിശിഹ എന്നുള്ളത് സുവിദിതമായ സംഗതിയാണ്. സുവിശേഷകന്മാർ 4 പേരും ഈ സത്യം അവതരിപ്പിക്കുന്നുമുണ്ട്. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണെന്ന് കാണിക്കാൻ വേണ്ടി പഴയ നിയമ പ്രവചനങ്ങൾ തന്നെ സുവിശേഷകന്മാർ ഉദ്ധരിക്കുന്നത് നമുക്ക് പരിചിതമാണ്. എന്നാൽ ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി യോഹന്നാൻ ശ്ലീഹ ഈശോയെ അവതരിപ്പിക്കുന്നത് പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണെന്ന് കാണിക്കാൻ വേണ്ടി പഴയ നിയമ പ്രവചനങ്ങളുടെ മാത്രമല്ല, പഴയ നിയമ സംവിധാനം മുഴുവന്റെയും, അവരുടെ മതജീവിതത്തിന്റെ, വിശ്വാസ ജീവിതം മുഴുവന്റെയും പൂർത്തീകരണമാണ്. ആ സംവിധാനത്തിലെ ഓരോ ഘടകത്തിന്റെയും പൂർത്തീകരണമാണ് ഈശോ എന്ന് കാണിക്കുന്ന ശൈലിയാണ് യോഹന്നാന്റേത്. അപ്പോൾ അവിടെ യോഹന്നാൻ ഈശോയുടെ ജീവിതവും ഈശോയുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവതരിപ്പിക്കുന്നത് യഹൂദരുടെ പ്രധാന തിരുനാളുകളുടെ പശ്ചാത്തലത്തിലാണ്. ഈ തിരുനാളുകളുടെ എല്ലാം പൂർത്തീകരണം ഈശോയാണെന്ന് കാണിക്കുകയാണ് അതിന്റെ ലക്ഷ്യവും. 7-ാം അധ്യായം 1 മുതൽ 10-ാം അധ്യായം 21 വരെയുള്ള വാക്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് യഹൂദരുടെ പ്രധാന തിരുനാളുകളിൽ ഒന്നായിരുന്ന കൂടാര തിരുനാളിന്റെ പശ്ചാത്തലത്തിലാണ്. ലേവ്യരുടെ പുസ്തകം 23-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങളിൽ എപ്രകാരമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൂടാര തിരുനാൾ ആഘോഷിക്കേണ്ടതെന്ന് ദൈവം ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. മെസ്രയനിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കാനാൻ ദേശത്തേക്ക് പോകുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ പരിപാലന അനുഭവിച്ച് കൂടാരങ്ങളിൽ വസിച്ചതും വിശ്രമിക്കുന്നതിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും കന്നുകാലികൾക്ക് വെള്ളം കുടിക്കുന്നതിനും കുടിക്കാൻ കൊടുക്കുന്നതിനും ഭക്ഷിക്കാൻ കൊടുക്കുന്നതിനുമൊക്കെ ആയിട്ട് കൂടാരങ്ങളിൽ താമസിച്ചിരുന്ന ആ കാലത്തെ അനുസ്മരിച്ചുകൊണ്ട് ഓരോ യഹൂദ കുടുംബവും ഭവനത്തിന് വെളിയിൽ കൂടാരമുണ്ടാക്കി ഒരാഴ്ചക്കാലം, 7-ാം മാസത്തിലെ 15-ാം ദിവസം മുതൽ ഒരാഴ്ചക്കാലം കൂടാരത്തിൽ വസിക്കണമെന്നുള്ള നിയമം അവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തില്, ഈ കൂടാര തിരുനാളിന്റെ പശ്ചാത്തലത്തിലാണ് 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ ഈശോ പറയുന്നത്: ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ പക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുലിഖിതം പറയുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന്. ഈ ജീവജലത്തിന്റെ അരുവി പരിശുദ്ധാരുവിയെ സൂചിപ്പിച്ചാണ് എന്നും യോഹന്നാൻ വ്യക്തമാക്കുന്നുണ്ട്. 8-ാം അധ്യായം 12-ാം വാക്യത്തില് ഈശോ പറയുന്നത്, ലോകത്തിന്റെ പ്രകാശം ഞാനാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നാണ്. അപ്പോൾ ഒരിടത്ത് ഈശോ പറയുന്നു, അവിടുന്ന് ജീവജലത്തിന്റെ ദാതാവാണ്, റൂഹായ നൽകുന്നവനാണ്, ജീവജലത്തിന്റെ അരുവികളുടെ ഉറവ, അവിടുന്നാണ് ഉത്ഭവം, അവിടുന്നാണ് ഉറവിടം, ഉറവ എന്ന് കാണിക്കുകയാണ്. 2-ാമത്തെ 8:12 പറയുകയാണ് ലോകത്തിന്റെ പ്രകാശമാണ് എന്ന്. ഇവിടെ നമ്മൾ കാണുന്നത് ഈ പഴയ നിയമ സങ്കീർത്തകന്റെ വചനത്തിന്റെ പൂർത്തീകരണമാണ്. അങ്ങയിലാണ് ജീവന്റെ ഉറവ, അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. ഇത് മാത്രവുമല്ല, ഈ കൂടാര തിരുനാളിന്റെ പശ്ചാത്തലത്തിലാണ് 7-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഈശോ കൂടാര തിരുനാളിന് പോകുന്ന രംഗം വിവരിക്കുന്നു. ഈ 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങളിൽ അതിന്റെ അവസാന ദിവസം, 7-ാം ദിവസം, സമാപന ദിവസത്തിൽ ഉച്ചസ്വരത്തിൽ ഈശോ വിളിച്ചു പറയുന്നതാണ് നമ്മൾ 7:37 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. 8-ാം അധ്യായത്തില് 12 മുതലുള്ള വാക്യങ്ങളിലും
11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഈ തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. 10-ാം അധ്യായം 21 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ കൂടാരത്തിരുന്നാളിനോടനുബന്ധിച്ച് നടന്നിരുന്ന 2 കർമ്മങ്ങളുണ്ടായിരുന്നു. അത് ഈ കൂടാരത്തിരുന്നാൾ തന്നെ യഹൂദരുടെ മരുഭൂമി യാത്രയുടെ അനുസ്മരണമായിരുന്നല്ലോ. മരുഭൂമി ജീവിതത്തിന്റെ അനുഭവമായിരുന്നു. ഈ മരുഭൂമി യാത്രക്കിടയിൽ ദൈവം അത്ഭുതകരമായി ഇടപെട്ട് അവരെ പരിപാലിച്ചതിന്റെ അനുസ്മരണം കൂടിയായിരുന്നു ഈ 2 കർമ്മങ്ങൾ. അതിലൊരു കർമ്മം അത്ഭുതകരമായിട്ട് പാറയിൽ നിന്ന് ദൈവം ജലം നൽകി മരുഭൂമി യാത്രക്കിടയിൽ അവർക്ക് അവരുടെ ദാഹം ശമിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലും സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായത്തിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട് അത്ഭുതകരമായി ദൈവം പാറയിൽ നിന്ന് ജലം നൽകിയ സംഭവം. അപ്പൊ അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഈ തിരുനാൾ ദിവസങ്ങളിൽ, കൂടാര തിരുനാൾ ദിവസങ്ങളിൽ ഓർസ്ലേം ദേവാലയത്തിന് സമീപത്തുണ്ടായിരുന്ന സീലോവാ കുളത്തിൽ നിന്ന് പുരോഹിതരെ പ്രദക്ഷിണമായി ജലം കൊണ്ടുവന്ന് ദേവാലയത്തിൽ ബലിപീഠത്തിന് ചുറ്റും ഒഴിക്കുന്ന കർമ്മമുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചരിത്രത്തിൽ പൂർവ്വപിതാക്കന്മാരോട് കാണിച്ച വലിയ കാരുണ്യത്തിന്, പരിപാലനയ്ക്ക് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഫലഭൂയിഷ്ഠമായ കാലാവസ്ഥ ലഭിക്കുവാൻ വേണ്ടി, നല്ല മഴ ലഭിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയായിട്ട് അതിനെ മാറ്റിയിരുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ പക്കൽ വന്ന് കുടിക്കട്ടെ, അവന്റെ ഉള്ളിൽ നിന്ന് തിരുലിഖിതം പറയുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന്. ഈശോയിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിടുന്ന റൂഹായെക്കുറിച്ചാണ് അവിടുന്ന് പറഞ്ഞതെന്ന് യോഹന്നാൻ വ്യക്തമാക്കുന്നുണ്ട്. ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ ദാനം റൂഹാദ് കുരിശായാണല്ലോ. നമുക്ക് മാമോദീസായി ലഭിച്ചിരിക്കുന്നതും ഈ പരിശുദ്ധാരൂപിയെ തന്നെയാണ്. ഇത് നൽകപ്പെട്ടിരുന്നില്ല, അതുവരെ നൽകപ്പെട്ടിരുന്നില്ല, നൽകപ്പെടാൻ പോകുന്നത് ഈശോയുടെ മഹത്വീകരണത്തിന് ശേഷമാണ് എന്നും യോഹന്നാൻ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇതുവരെ റൂഹ പ്രവർത്തനനിരതനായിരുന്നില്ല എന്നല്ല, കാരണം ഈശോ ജനിക്കുന്നത് തന്നെ റൂഹായാലാണ്. ഏലീശ്വ റൂഹായാൽ നിറഞ്ഞു, സക്കറിയ റൂഹായാൽ നിറഞ്ഞു, ശെമിയോനും അന്നായും ഒക്കെ റൂഹായാൽ നിറഞ്ഞ് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പന്തകുസ്തായിൽ നടന്നതുപോലെ ഈശോയുടെ മഹത്വീകരണത്തിന് ശേഷം സകലർക്കുമായിട്ട് സകല ജനമതങ്ങളുടെ മേൽ റൂഹ വർഷിക്കപ്പെടുന്നത്, ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം റൂഹായെ ലഭിക്കുന്നത്, ഇവർ ഭാഷാപരത്തോടെ സംസാരിക്കുന്നത്, അത് ആ ഒരു വലിയ റൂഹായുടെ വർഷിക്കലിന്റെ ഒരു വലിയ ഒരു സംഭവം ആയിട്ട് മാറുന്നത്, എല്ലാവർക്കുമായി റൂഹ നൽകപ്പെടുന്ന അത് മിശിഹായുടെ മഹത്വീകരണത്തിന് ശേഷമാണ് എന്ന് വ്യക്തമാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. തുടർന്ന് ഈ 2ാമത്തെ കർമ്മം വലിയ പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. കാരണം പുറപ്പാട് പുസ്തകം തന്നെ 13-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മരുഭൂമി യാത്രക്കിടയിൽ പകൽ മേഘസ്തംഭത്തിലൂടെ വഴി നടത്തിയ ദൈവം രാത്രിയിൽ അഗ്നിസ്തംഭമായി അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അവർക്ക് വഴി നടത്തിയിരുന്നു. അവർക്ക് വഴി പ്രകാശമായിട്ട് വഴി കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അഗ്നിസ്തംഭമായി കൂടെ ഉണ്ടായിരുന്നു. ഇതിനെ അനുസ്മരിച്ചുകൊണ്ടാകണം ഓർസ്ലേം ദേവാലയത്തിൽ കൂടാരത്തിരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ വലിയ ദീപസ്തംഭങ്ങൾ ഉയർത്തിയിരുന്നു. ആ ദേവാലയ പരിസരത്തെ മാത്രമല്ല, പട്ടണം മുഴുവനെയും പ്രകാശിപ്പിക്കുന്ന രീതിയിലുള്ള ദീപസ്തംഭങ്ങളായിരുന്നു അവ. ഈ പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്, ഈ ദീപസ്തംഭങ്ങൾ ഓർസ്ലേമിനെ പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്നവനാണ് എന്ന് ഈശോ വ്യക്തമാക്കുന്നത്. ഈശോ ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ മുഖം നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് അവിടുന്ന് പ്രകാശമായി തീർന്നു. പ്രകാശം എന്താണ് ചെയ്യുന്നത് നമുക്കറിയാം. യാഥാർത്ഥ്യങ്ങളെ അവയായിരിക്കുന്ന തരത്തിൽ കാണാൻ നമ്മെ സഹായിക്കുന്നത്, നമ്മുടെ കണ്ണുകളിലേക്ക് പ്രകാശം വരുമ്പോഴാണ് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ കാണുന്നത്. നമ്മുടെ മനുഷ്യഹൃദയങ്ങളിലേക്ക് വിശ്വാസത്തിലൂടെ ഈ വിശ്വാസത്തിന്റെ വെളിച്ചം വരുമ്പോഴാണ്, ഈശോയിലുള്ള വിശ്വാസത്തിന്റെ വെളിച്ചമാണ് നിത്യയാഥാർത്ഥ്യത്തെ, പരമയാഥാർത്ഥ്യമായ ദൈവത്തെ ദൈവമായിട്ട് കാണുന്നതിന്, പിതാവായിട്ട് കാണുന്നതിന്, പരിപാലകനായിട്ട് കാണുന്നതിന് നമ്മെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ സഹമനുഷ്യജീവികളെ നമ്മുടെ സഹോദരീ സഹോദരന്മാരായി കാണുന്നതിന് സഹായിക്കുന്നതും ഈ വെളിച്ചം തന്നെയാണ്. മിശിഹായാകുന്ന വെളിച്ചമാണ്. മിശിഹായിലുള്ള വെളിച്ചത്തിന്റെ, വിശ്വാസത്തിന്റെ ആ വെളിച്ചമാണ്. ആ വിശ്വാസത്താൽ ശോഭിതമാകുന്ന നയനങ്ങളിലൂടെയാണ് നമുക്ക് യാഥാർത്ഥ്യത്തെ, അത് ദൈവമായാലും മനുഷ്യനായാലും പ്രപഞ്ചമായാലും, പ്രപഞ്ചത്തെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന, സംരക്ഷണത്തിനായി നൽകിയിരിക്കുന്ന അവസ്ഥയായിട്ട് നമുക്ക് സംവിധാനമായിട്ട് കാണാൻ സാധിക്കുന്നതും ഈ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെയാണ്. അപ്പൊ ഇതിനെ ഓർമ്മിപ്പിക്കുന്ന ചില പഴയ നിയമ വായനകളാണ് നമ്മൾ. ആദ്യത്തെ വായനയിൽ പുറപ്പാട് പുസ്തകം 16-ാം ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തില് സാറായുടെ ദാസിയായിരുന്ന ഹാഗാറിൽ അബ്രാഹത്തിന് ജനിക്കുന്ന ഇസ്മായിലിന്റെ ജനനശേഷം മരുഭൂമിയിലേക്ക് അവൾ പോകുമ്പോൾ കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്, അവൾക്ക് ആശ്വാസം നൽകാനായി പ്രത്യക്ഷപ്പെടുന്നത്, ദൈവത്തിന്റെ കരുതലുമായിട്ട് വരുന്നത് നീരുറവയ്ക്കരുവയാണ്. അപ്പോൾ ആ നീരുറവ യഥാർത്ഥത്തിൽ യഥാർത്ഥ ഉറവയായി ഈശോയെ സൂചിപ്പിക്കുന്നതാണ്.
അതുപോലെ തന്നെ രണ്ടാമത്തെ വായനയിൽ ജോഷുവയുടെ പുസ്തകത്തിൽ നിന്ന് ജെറീക്കോ നിവാസികളെയും ആയിക്കാരെയും എല്ലാം കീഴടക്കി കഴിഞ്ഞതിന് ശേഷം ഗിബിയോൻകാരുടെ അവരെയും കീഴടക്കി കഴിയുമ്പോൾ അവരെ ദേവാലയത്തിൽ വിറക് വെട്ടുന്നതിനും വെള്ളം കോരുന്നതിനുമൊക്കെയുള്ള ശുശ്രൂഷയ്ക്കായിട്ട് അവരെ നിയമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെയും വിറക് വെട്ടൽ അത് പ്രകാശം നൽകുന്നത്, ചൂട് നൽകുന്ന കർമ്മമാണ്. വെള്ളം കോരുന്നത്, ഇത് രണ്ടിൻ്റെയും ഒരു സൂചന നമുക്ക്, ഇത് രണ്ടും ഈശോയിൽ പൂർത്തിയാകുന്നത് ഈ കൂടാരത്തിരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വെളിപാട് പുസ്തകത്തില് അവസാന അധ്യായത്തിൽ കാണുന്ന രംഗത്തിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ സഭാപിതാക്കന്മാര്, പ്രത്യേകിച്ച് അംബ്രോസ് സഭാപിതാവ് ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ വെളിപാട് പുസ്തകത്തിലെ അവസാന അധ്യായത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. 22-ാം അധ്യായത്തിലെ ആദ്യ വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം യോഹന്നാനുണ്ടാകുന്ന വെളിപാട് ഇപ്രകാരമാണ്: ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്ഫടികതുല്യം തെളിവുള്ള ഒരു ജീവജലത്തിന്റെ അരുവിയാണ് യോഹന്നാന് കാണപ്പെടുന്നത്. ഇതിന്റെ കരകളിലുമായിട്ട് 12 തരം ഫലങ്ങൾ നൽകുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നതും യോഹന്നാൻ കണ്ടു. എല്ലാ മാസവും ഫലം നൽകുന്നതാണ് അതിന്റെ പ്രത്യേകത. ഈ വൃക്ഷത്തിന്റെ ജീവന്റെ വൃക്ഷത്തിന്റെ ഇലകൾ പോലും ജനതകൾക്ക് രോഗശാന്തിക്ക് ഉപകരിക്കുന്നവയാകുന്നുവെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ ജീവജലത്തിന്റെ ഉറവയോട് ചേർത്ത് തന്നെയാണ് പ്രകാശത്തെക്കുറിച്ചുള്ള പ്രസ്താവനയും. അവർ അവന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കും, അവിടെ രാത്രി ഉണ്ടായിരിക്കുകയില്ല, ദൈവമായ കർത്താവ് അവരെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് അവർക്കിനി വിളക്കിന്റെയോ പ്രകാശത്തിന്റെയോ ആവശ്യമില്ല. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അവസാന അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ഈ രണ്ട് ഘടകങ്ങളെയും ഒന്നിപ്പിച്ച് അവതരിപ്പിക്കുന്നത് കാണാം. അവിടെ ജീവജലത്തിന്റെ ഉറവയുണ്ട്, ജീവന്റെ വൃക്ഷം അതിന് സമീപത്തുണ്ട്. അതുപോലെ തന്നെ ദൈവം അവരെ പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് മറ്റ് പ്രകാശത്തിന്റെ വിളക്കിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ജീവജലവും ജീവജലത്തിന്റെ ഉറവയും പ്രകാശ സ്രോതസ്സും അത് രണ്ടും ഒന്നിച്ചു നിൽക്കുന്നത് കൂടാരത്തിരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, വിസ്തൃതം മുഴുവനിലും അത് നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദൈവപരിപാലനയുടെ രണ്ട് ഘടകങ്ങളായിരുന്നല്ലോ അത്. ഈ അത്ഭുതകരമായി അവിടെ ജലം നൽകിയതും അത്ഭുതകരമായി അഗ്നിസ്തംഭത്തിലൂടെ അവരെ വഴി നടത്തിയിരുന്നതുമല്ല. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഈശോയിൽ പൂർത്തിയാകാനിരുന്ന ആ ദിവ്യ രഹസ്യത്തിന്റെ മുന്നോടിയായിരുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വായനകളെല്ലാം. എന്താണ് ഈ വായനകൾ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്നാണ് പുതിയ നിയമത്തിലെ റോമാക്കാർക്കുള്ള ലേഖനം 12-ാം അധ്യായത്തിലൂടെ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ശരീരങ്ങളെ സജീവ ബലിയായി ദൈവത്തിന് അർപ്പിക്കണം. അതാണ് നമ്മുടെ യഥാർത്ഥ ആരാധന എന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ് നമ്മെ. ദൈവത്തിന്റെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ബലിയായി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവാനും ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയുവാനും നമുക്ക് സാധിക്കണമെന്ന് ശ്ലീഹ പറയും. ശ്ലീഹ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഈ റൂഹ നമ്മെ മിശിഹായുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളാക്കി മാറ്റുകയാണ്. ഈ റൂഹ വിശ്വാസത്തിന് അനുസൃതമായിട്ട് നമുക്ക് കൃപ ലഭിക്കുന്നു. കൃപയോടൊപ്പം തന്നെ വരങ്ങളും ദാനങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. ഇത് വ്യത്യസ്തമാണ്. ഒരു ശരീരത്തിൽ വ്യത്യസ്ത അവയവങ്ങളുള്ളതുപോലെ തന്നെ നമ്മളും മിശിഹായുടെ ഏക ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളായി നിലകൊണ്ടുകൊണ്ട് പരസ്പരം സ്നേഹിക്കുവാനും തിന്മയെ ദ്വേഷിക്കുവാനും നന്മയെ മുറുകെ പിടിക്കുവാനും ഒക്കെയുള്ള ആഹ്വാനവും ശ്ലീഹ നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യാശയോടെ സന്തോഷിക്കുവാനും ക്ലേശങ്ങളിൽ സഹനശീലത്തിനുമെല്ലാം പ്രാർത്ഥനയോടെ സ്ഥിരതയോടെ ഇരിക്കുവാനും ഒക്കെ ഓർപ്പിക്കുന്നുണ്ട്. സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കുവാനും കരയുന്നവരോടൊപ്പം കരയുവാനും ഒക്കെ നമുക്ക് സാധിക്കണമെന്നും ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വായനകളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവജലത്തിന്റെ ഉറവയായ മിശിഹായുടെ മഹത്വീകരണത്തിലൂടെ സഹനമരണോത്ഥാനങ്ങളിലൂടെ നമുക്ക് ലഭ്യമായ റൂഹായാകുന്ന ഈ ജീവജലത്തിന്റെ അരുവി, ഈ അരുവിയിൽ നിന്ന് ധാരാളമായി പാനം ചെയ്യുവാനും ഈ നമുക്ക് മാമോദീസായിൽ ലഭിച്ച ഈ അരൂപിയിൽ ജീവിക്കുവാനും അരൂപിയുടെ വഴിയെ നടക്കുവാനുമുള്ള ആഹ്വാനമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ലോകത്തിന്റെ പ്രകാശമായ മിശിഹായിൽ വിശ്വസിക്കുന്ന നമ്മൾ, ഈ മിശിഹായാൽ പ്രശോഭിതരായിരിക്കുന്ന നമ്മൾ ലോകത്തിന് പ്രകാശമായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്നുള്ളതാണ്. മലയിലെ പ്രസംഗത്തിലെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ ഈശോ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി 16-ാം വാക്യത്തിൽ 5:16 മത്തായി ശ്ലീഹ പറയുന്നത് പോലെ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗീയപിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എന്ന്. അപ്പോൾ പ്രകാശമായ മിശിഹായിലുള്ള വിശ്വാസത്തിലൂടെ
നമ്മൾ പ്രകാശങ്ങളായി, ചെറിയ പ്രകാശഗോളങ്ങളായി മാറണം എന്നാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ അരൂപിയിലുള്ള ജീവിതമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതപ്രകാരമായിരിക്കണമെന്നാണ് റോമാക്കാർക്കുള്ള ലേഖനത്തിലൂടെ ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രകാരം അരൂപിയാൽ നയിക്കപ്പെടുവാൻ, പ്രകാശമായ മിശിഹായുടെ പ്രകാശത്തിന്റെ വഴിയെ നടക്കുവാൻ, പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.